തൃശൂർ കോർപ്പറേഷൻ 9ാം ഡിവിഷൻ ചേറൂരിൽ തിരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചിരിക്കുകയാണ്. മത്സരാർത്ഥികളായ LDF, UDF, NDA സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ചേറൂർ പിടിക്കാനായി ഒരു യുവ നേതാവാണ് ഇവിടെ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത്. മനു പള്ളത്ത് ഒരു കന്നി അംഗത്തിനാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു പ്രവേശനം? നിലവിലെ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റാണ്. പിന്നെ എൻ്റെ സ്വന്തം ഡിവിഷനാണ്. ചെറുപ്പം മുതലേ കളിച്ചു വളർന്ന, എന്നും സ്ഥിരം കാണുന്ന നാട്ടുകാരുടെ ഇടയിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരു അപരിചിതനല്ല. എല്ലാ പരിപാടികളിലായാലും ഉത്സവങ്ങളിലായാലും എല്ലാത്തിലും പങ്കെടുത്ത് ഇവരൊപ്പം ചേരുന്ന ആളാണ്. അപ്പോൾ നാട്ടുകാരെ അറിയുന്ന ഒരാൾ കൂടിയാണ്. നാടറിയുന്ന ചെറുപ്പക്കാരനാണ്. എത്രത്തോളം ഉണ്ട് വിജയപ്രതീക്ഷ? ശുഭപ്രതീക്ഷയാണ് 100%. കാരണം നിലവിലെ കൗൺസിലർ കേന്ദ്ര പദ്ധതികളൊന്നും ഡിവിഷനിൽ കൊണ്ടുവന്നിട്ടില്ല. 2 വർഷക്കാലമായിട്ട് ഇപ്പോൾ നമുക്കിവിടെ ഒരു MP ഉണ്ട്. അദ്ദേഹം കേന്ദ്രമന്ത്രിയും കൂടിയാണ്. ഒരു പദ്ധതി പോലും ഡിവിഷനിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, തൃശ്ശൂർ കോർപ്പറേഷനിൽ മൊത്തത്തിൽ എവിടെയും കേന്ദ്ര പദ്ധതി നല്ല രീതിയിൽ വിനിയോഗിക്കാൻ കൗൺസിലർമാരെല്ലാവരും പരാജയപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം ഡിവിഷനിൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു സ്വന്തം നാടിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ? വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട MP സുരേഷ് ഗോപിയുടെ സ്വപ്ന പദ്ധതികൾ ഡിവിഷൻ തലത്തിൽ കൊണ്ടുവരാൻ 100% നമ്മൾ ശ്രമിക്കും. 9ാം ഡിവിഷൻ ചേറൂരിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് V നന്ദകുമാറാണ്. ചേട്ടാ, എവിടെ വരെയായി പ്രചാരണമൊക്കെ? പ്രചരണം ഇപ്പോൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് കഴിഞ്ഞു. സെക്കൻഡ് റൗണ്ട് ഇപ്പോൾ ഒരു 80% ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്ക്വാഡ് വർക്ക് പാർട്ടി തലത്തിലുള്ളത് വേറെയും നടക്കുന്നുണ്ട്. ഇപ്പോൾ എത്ര വർഷമായി രാഷ്ട്രീയത്തിൽ? ഞാൻ രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതലേ പാർട്ടിയുടെ ബന്ധപ്പെട്ട ഒരാളാണ്. പക്ഷേ ഞാൻ ജോലിയാണ് നേരത്തെ ചെയ്തിരുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് ജോലി ചെയ്തിരുന്നത്. അതിനോടൊപ്പം തന്നെ പൊതുപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 10-20 വയസ്സ് തൊട്ട് പൊതുപ്രവർത്തനത്തിലുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഈ വാർഡിലേക്ക്, ഈ ഡിവിഷനിലേക്ക് വേണ്ടി മത്സരിക്കുന്നത് ആദ്യമായിട്ടാണോ? ഞാൻ ഈ ഡിവിഷനിലേക്ക് മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ വിജയപ്രതീക്ഷയൊക്കെ എത്രത്തോളം ഉണ്ട്? തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 20 വർഷമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന പ്രദേശമാണ് ഈ കുറ്റുമുക്ക് ചേറൂർ ഭാഗം. ആ ഭാഗം ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഈ ഡിവിഷൻ. ആ ഡിവിഷനിൽ എന്നെ അറിയാത്ത ആളുകൾ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അവർ തീർച്ചയായും എന്നെ മറക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നാടിനെയും നാട്ടുകാരെയും ഒരുപോലെ അറിയുന്ന ഒരു മത്സരാർത്ഥിയാണ് ഇവിടെ UDFന് വേണ്ടി മത്സരിക്കാൻ പോകുന്നത്. വില്ലി ജിജോ, എവിടം വരെയായി പ്രചരണം? ഞങ്ങളുടെ ഇത് 2ാമത്തെ റൗണ്ട് ഹൗസ് വിസിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ റൗണ്ടിൽ നമ്മളെല്ലാ വീടുകളും, ഞാനിവിടെ സിറ്റിംഗ് കൗൺസിലറും കൂടെയാണ്, അതിൻ്റെ ഒരു സന്തോഷം ജനങ്ങൾക്കും എൻ്റെ പ്രവർത്തകർക്കുമുണ്ട്, എനിക്കുമുണ്ട് ഒരു പൂർണ്ണ വിശ്വാസം. കാരണം കഴിഞ്ഞ ഒരു 5 വർഷക്കാലം ജനങ്ങൾക്കിടയിൽ ഒരു സാമൂഹ്യ പ്രവർത്തകയെന്ന ഞാൻ ഒരു പൊതുപ്രവർത്തകയായി നിൽക്കുമ്പോൾ അവർക്ക് ചെയ്തിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ എൻ്റെ ഡിവിഷനിലുണ്ട്. കാരണം ഞാനൊരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ കൂടെയാണ്. അഭിഭാഷകയ്ക്ക് അപ്പുറത്ത് ഒരു സാമൂഹ്യ പ്രവർത്തകയായി നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് ചെയ്യാവുന്ന നിരവധി പദ്ധതികൾ നമ്മുടെ ഡിവിഷനിൽ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഉണ്ട് വിജയപ്രതീക്ഷ? 100%. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾ പ്രവർത്തിക്കുന്നു, പ്രവർത്തനത്തിനുള്ള റിസൾട്ട് ജനങ്ങളാണ് തരിക. തീർച്ചയായിട്ടും ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും, ഒരു വീട്ടിൽ, ഒരു കുടുംബത്തിൽ ഒരു അംഗത്തെയെങ്കിലും നമ്മൾ കാണാതെ പോയിട്ടില്ല. കാരണം അവരുടെയൊക്കെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തിട്ടുള്ള ഒരു കൗൺസിലർ എന്ന ഒരു സന്തോഷം എനിക്കുണ്ട്. അത് വീടുകളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകൾ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്തിനാണ് നമ്മൾ സംശയിക്കേണ്ടത്? കാരണം അവർ തരുന്ന വലിയ ഒരു വിജയ പ്രതീക്ഷ തന്നെയാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു വലിയ സന്തോഷം. മുന്നണികൾ തമ്മിൽ വാശിയേറിയ പോരാട്ടമാണ് ചേറൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വിധി പറയേണ്ടത് ജനങ്ങളാണ്. മത്സരാർത്ഥികൾക്ക് വിജയാശംസകൾ നേർന്നുകൊണ്ട് ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്.